4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും, ഒരു ഫാമിലി എന്നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഞങ്ങളുടെ അച്ഛൻ എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷമാണ് മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ അമൃത സുരേഷിനെ കുറിച്ചും പിന്നെ അഭിരാമി സുരേഷ്, അതായത് അമൃത സുരേഷിന്റെ അനീതിയായ അഭിരാമി സുരേഷിനെ കുറിച്ചിട്ടൊരു അവരൊരു ഫാമിലി പ്രോബ്ലത്തിനെ കുറിച്ചിട്ടൊരു ടോക്ക് കേൾക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ അമൃത സുരേഷിനെ 2007 മുതൽ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കാണാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗായിക കൂടിയായിരുന്നു അവര്. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഷോ ഉണ്ടല്ലോ, തമ്മിൽ എന്ന് പറയുന്ന ഒരു ഷോ. ആ ഷോയ്ക്കകത്ത് അത് ഒരു വൃദ്ധസദനത്തിൻ്റെ ടോപ്പിക്കുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ അത് ഒരു പുള്ളിക്കാരൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അതായത് മിത്രകുലം എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഓണറായിട്ട് ഇദ്ദേഹം ഈ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അത് ഞാനിവിടെ വിഷ്വലി ഞാനിവിടെ നിന്ന് വെക്കാം. മുമ്പ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷമാണ് മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന് ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാരണം കൊണ്ടാണ് അതായത് ഇദ്ദേഹം പറഞ്ഞു നിർത്തണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണം എന്നാണ് അവിടം വെച്ചിട്ട് അദ്ദേഹം നിർത്തുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ ജസ്റ്റ് ഒരു ക്ലിപ്പിങ്സ് വെച്ചിട്ട് ഒരു ക്രിയേറ്റർ വന്നിട്ട് സംസാരിക്കുകയാണ്. അതായത് അമൃത സുരേഷൊക്കെ ഇത്രയും സ്നേഹം കാരണങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ഈ ഒരു സീനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ ഒരു രീതിയിൽ വാദപ്രതിവാദം വെച്ചാൽ അവർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിലാണ് നിന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്നവർക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അമൃത സുരേഷിന്റെ അച്ഛനെ, അതായത് അച്ഛൻ ഇത്ര കാര്യമായിട്ട് കൊണ്ട് നടന്നിട്ട് എന്തിനാണ് അച്ഛൻ അങ്ങനെ ഒരു അനാഥാലയത്തിൽ പോയി കഴിയേണ്ട ഒരു അവസ്ഥ വന്നത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. ആ വീഡിയോയിൽ ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അങ്ങനെയായിരിക്കും. ഈ അമൃത സുരേഷിന്റെ ഫാമിലിയുടെ കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അമൃത സുരേഷ് തന്നെ പറയുന്നുണ്ട്, അവരെന്ന് പറയുന്നത് അവരുടെ ഒരു 3-4-5 പേരെന്നൊക്കെ പറയുന്നത്. അതായത് ഇവരുടെ അമൃത സുരേഷ്, ഈ അഭിരാമി സുരേഷ്, പിന്നെ അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ ആ പാപ്പു എന്ന് പറയുന്നത് അവർക്ക് ഇതൊരു ടീമാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് അച്ഛനോട് അത്ര അടുപ്പമുണ്ട് എന്ന രീതിയിൽ. അതായത് ഈ കുട്ടിയുടെ അതായത് ഈ അമൃത സുരേഷിന്റെ ചെറുപ്പകാലം മുതൽ, അതായത് എനിക്കൊന്നിട്ട് 10-16 വയസ്സിലെങ്ങാണ്ട് അമൃത സുരേഷ് ഈ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ചാനലിലൂടെ വന്നതാണ്. അപ്പൊ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഈ അമൃത സുരേഷിന് അച്ഛനോട്, അത് ഫാമിലിയായിട്ട് ഭയങ്കര അടുപ്പം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ കാരണം വെച്ചാൽ ഒരുപാട് സാധാരണ കുടുംബത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അതിനകത്ത് നിന്ന് ഉള്ളത് വെച്ചിട്ട് ഈ അമൃത സുരേഷിന്റെ കഴിവിനെ പുറത്ത് കൊണ്ടുവരണം എന്ന അച്ഛൻ്റെ ഭയങ്കര അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ അമൃത സുരേഷ് ഈ ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ എല്ലാവരും അറിയപ്പെട്ടത്. അത് ഈ അമൃത സുരേഷ് പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ അമൃതയാണെങ്കിലും ഈ അഭിരാമി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും അച്ഛൻ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ അനാഥാലയത്തിൽ കൊണ്ടാക്കി എന്നൊരു സംഭവമാണ് ഇവിടെ ഈ ക്രിയേറ്റർ നമുക്ക് ഇട്ട് തരുന്നു. അപ്പൊ അതിനെതിരെ ഇവര് പ്രതികരിച്ചുകൊണ്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവർക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഇവർക്ക് ഉണ്ട്. കാരണം വെച്ചാൽ അറിയാലോ, അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാവരും ലൈഫിൽ ഉണ്ടാവണ പോലെ തന്നെ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും എല്ലാ രീതിയിലും ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ അവർ ഇത്രയും കാര്യമായിട്ട് കൊണ്ടു നടന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയും കൂടി പറഞ്ഞുണ്ടാക്കുമ്പോൾ ആ പിള്ളേർക്ക് സഹിക്കും. ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്ന് പറയുന്നത് അവർക്ക് അത്രയും കാര്യമാണ്. നമുക്ക് അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അവരത് പല ഇന്റർവ്യൂസിലും എടുത്തെടുത്ത് അവർ പറയുന്നുണ്ട്. പുള്ളി അതായത് ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഷോയിൽ തന്നെ പുള്ളി ഒരു വ്യക്തത ഇല്ലാതെയാണ് ഈ കാര്യങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത്.
എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊരു പൂർണ്ണ രൂപം അറിയാതെ അല്ലെങ്കിൽ ഒരു വ്യക്തത ഇല്ലാതെ ഒന്നും നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് എന്തുമാത്രം അത് ഏൽക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഒന്നാമത് ആ വ്യക്തി ആ കുടുംബത്തിന് അത്ര വേണ്ടപ്പെട്ട ഒരാളും കൂടി ആകാൻ നേരത്ത്. എന്തായാലും ഈ കോൺട്രവേഴ്സി തുടങ്ങി വെച്ച ആൾ തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ആ സംഭവം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതൊക്കെ കണ്ടാലും നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവത്തുള്ളൂ. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രശ്നത്തിലാകുന്ന മനുഷ്യർ, അതൊരു പക്ഷേ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാവാം, പാരൻസ് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വഴക്കാവാം. അങ്ങനെ പ്രശ്നത്തിലാകുന്നവർക്ക് നമ്മളിവിടെ വരാം, ഷോർട്ട് സ്റ്റേ ഹോമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ പ്രശ്നത്തിലായി പോകുന്ന കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഈ സ്പേസ് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അവർക്ക് നമ്മളോടൊന്ന് താമസിക്കാം. അവരുടെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് തിരിച്ചവിടെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നവരെ നമ്മളോട് താമസിക്കാം. ഇങ്ങനെയാണ് നമ്മൾ സംവിധാനം ചെയ്യുന്നത്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ജോലി അറിയില്ലെങ്കിൽ നമ്മൾ ജോലി പഠിപ്പിച്ച് അവർക്ക് സ്വന്തം നിലയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ആ വീഡിയോ ഇട്ടവരുണ്ടല്ലോ, അവരുടെ ചാനൽ തന്നെ അവരുടെ കമന്റ് ബോക്സ് ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. ആ കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ തന്നെ മെഴുകി വരും അവര്. അതായത് ഇപ്പൊ തന്നെ അമൃത സുരേഷൊക്കെ പറയും, അയ്യോ അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മെഴുകി വരും, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേര് ഇപ്പൊ കയറി വരും എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ചിലരുടെ കമന്റ്സ് ആണ്, അല്ലെങ്കിൽ അറിയാം ആ അച്ഛനെ തഴഞ്ഞു വെച്ചിരിക്കുകയെന്ന്. അപ്പോഴത്തേക്കും ആൾക്കാർ അങ്ങ് ഊഹാപോഹങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു. ലോറൻസ്, എം ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതുപോലെ തന്നെ അതേപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, രണ്ടാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത്, ഞാനില്ല ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ, അദ്ദേഹത്തിന്റെ അമ്മയും കൊണ്ടാണ് ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അന്വേഷിച്ചു വന്ന് കണ്ടെത്തിയതാണ്. അപ്പൊ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസത്തോടെ. കേട്ടല്ലോ, ഇത് അനാഥ മന്ത്രവും കാര്യങ്ങളും ഒന്നുമല്ല. പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു വാലും ജയിലും ഇല്ലാതെ ചുമ്മാതെ വന്നിരുന്നിട്ട് അമൃത അച്ഛനെ അടിച്ചിറക്കി, അല്ലെ അഭിരാമി അച്ഛനെ അടിച്ചിറക്കി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ബോധവും വിവരവും ഇല്ലാതെ വന്നിരുന്ന ഓരോ മനുഷ്യരെയൊക്കെ വീഡിയോ ചെയ്യുക. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതൊരു മക്കൾക്കും ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കഥകൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യരും സഹിക്കത്തില്ല. പക്ഷേ ഈ പുള്ളി ഇത്രയും ക്ലാരിറ്റിയോടെ കൂടിയിട്ട് ഈ എസ്കേൻ്റെ ആ ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ആ ഒരു പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. പുള്ളി ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇതെടുത്ത് വെച്ചിട്ട് വളച്ചൊടിച്ച് വേറൊരു രീതിയിലോട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് അവരുടെ ഫാമിലിക്ക് എന്തുമാത്രം ഹേർട്ട് ചെയ്യും. കുറേ ആൾക്കാരുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിലും അവരുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ആ അച്ഛനോടൊരു അകൽച്ച ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇതിന് സ്വന്തം അച്ഛനോട് എന്തിനാണ് അകൽച്ച ഫീൽ ചെയ്യുന്നത്? ഇവർ അച്ഛൻ മരണപ്പെട്ട സമയത്തും അവർ അനുഭവിച്ച വേദനയും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും കണ്ട കാര്യം തന്നെയാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ളതാണ്. ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാവോ അങ്ങനെ അപമാനിക്കാനായിട്ട് കുറെ വായി നോക്കിയുള്ള ഇറങ്ങി തിരിച്ചിരിക്കുക. താമസിച്ചിരുന്നത്, അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട്, നമുക്ക് അതിന്റെ ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം, മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ. കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല. ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. അപ്പം ടൗണിലായതുകൊണ്ട്, പാലാരോട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാമിന് പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ അവരാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കേട്ടല്ലോ, ഇത് അനാഥാലയമല്ല എന്നാണ് അവർ പറയണത്. അതൊരു അനാഥാലയമല്ല, അതൊരു കമ്മ്യൂണിറ്റിയാണ്.
എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കണത്. തന്നെ പറയുന്നുണ്ട് ഈ ഇവർ ഫാമിലി ആയിട്ട് അവിടെ വരാറുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഇതൊരു അനാഥാലയമല്ല, ഇതൊരു കമ്മ്യൂണിറ്റി പോലെയാണെന്നാണ് അദ്ദേഹം പറയണത്. അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് എൻഗേജ്ഡ് ആവാനും അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് പറയണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ കുടുംബത്തിന് വെറുതെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. എന്തിനാണ് ആ മരിച്ചുപോയ അദ്ദേഹത്തിനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ആ കുടുംബത്തിന്, ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് വിഷമിപ്പിക്കാൻ നിൽക്കണം? എന്തിനാണ്? അതിന്റെ ആവശ്യമൊക്കെ എന്തിരിക്കുന്നു? പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് അമൃത അഭിരാമിയും കൂടി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞങ്ങളുടെ അച്ഛന്റെ അവസാന സമയങ്ങളിൽ അനാഥാശ്രമത്തിലായിരുന്നു. ഞാനും അമൃതയും അഭിരാമിയും അമ്മയും അച്ഛനെ അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളി എന്നൊക്കെ ഉള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത് മല്ലു ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഒരു മല്ലു ട്രെൻഡ് ടോക്കർ എന്ന് പറയുന്ന ഒരു രേണു വി നായരോ, അതെ, യൂട്യൂബ് ചാനൽ. ആ ചേച്ചി പിടിച്ചിരിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞാല് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലെയാണ് വാക്കുകൾ പറയുന്നത്. പക്ഷെ അതിന്റെ തമ്മിലും ബാക്കി കാര്യങ്ങളും ഒക്കെ, അതായത് വെറുതെ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ണം കട്ട് ചെയ്ത് എടുത്ത് ആൾക്കാരിലേക്ക് അതൊരു ശ്രദ്ധയിലേക്ക് പെടുത്തി എല്ലാവർക്കും ഇത് സംസാരിക്കാൻ മറ്റൊരു ടോപ്പിക് ആക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന അത് മനഃപൂർവ്വമായിട്ട് ഇന്റൻഷനലി ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു ചർച്ച അത് മാത്രം കറക്റ്റായിട്ട്, ബാക്കി അതിന് മുമ്പും പിൻപൊന്നും ഈ മല്ലു ട്രെൻഡ് എടുത്തിട്ടില്ല. കറക്റ്റ് ഈ ഒരു പോർഷൻ എടുത്തിട്ട് അതിനെപ്പറ്റി ഇതെന്താണ്, ഇനി അവരവിടെ കൊണ്ട് തള്ളിയോ എന്നൊക്കെ പറയാൻ വളരെയധികം എന്താ പറയാ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു കൊടുക്കുന്ന പരിപാടിയാണ് രേണു താങ്കൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യത്തില്. അതിനുശേഷം അതിനെ ബാക്കിയായിട്ട് ഈ പറഞ്ഞ വലിയൊരു സബ്ജക്റ്റായി ഒരുപാട് പറയുന്നത്. ഇത് ഇത്രയും വലിയ കാര്യങ്ങൾ ഒരു ഫാമിലിയെ പറ്റി പറയുമ്പോൾ 2-4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും, ഒരു ഫാമിലി എന്നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഞങ്ങളുടെ അച്ഛൻ വളരെ സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള പല കമ്മ്യൂണുകളിലും പല ഓർഗനൈസേഷനുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആളാണ്. അച്ഛൻ ഈ സമയം മുതലേ ആശ്രമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മുടേത്. ഈ ചർച്ചയിൽ പറയുന്ന മിത്രകുലം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിന്റെ ഒരു ട്രസ്റ്റി കൂടെയാണ് ഞങ്ങളുടെ അച്ഛൻ. ഈ അച്ഛൻ എന്താ പറയാ, ഈ മിത്രകുലത്തില് ഞാനും അഭിരാമിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല അച്ഛൻ ഇതേപോലെ ഒരുപാട് കമ്മ്യൂണികളുടെ ആളാണ്. ഒരുപാട് ബിയോണ്ട് ഹ്യൂമൺ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ സംഗീതം പഠിപ്പിക്കുക, അവരെ സ്റ്റേജിൽ കൊണ്ടുവരിക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം മുൻനിന്ന് അത് അച്ഛയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അച്ഛന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ. അപ്പൊ അതിൽ ഞങ്ങൾ ഒരിക്കലും അച്ഛയുടെ ഒരു തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അച്ഛയുടെ ചോയ്സുകളോ ഒന്നിലും ഞങ്ങൾ കയറി ഇടപെട്ട് ഇത് ചേരുന്നത് പറയുന്ന മക്കളും അല്ല, ഞങ്ങളുടെ അമ്മയും അങ്ങനെയല്ല. ഞങ്ങളും ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കാറും ഈ എന്താ പറയാ ഈ അച്ഛയുടെ സുഹൃത്തുക്കളെയും അച്ഛയുടെ സർക്കിളുകളിലും പോകാനും അവരെ ആളുകളെ കാണാനും ഞങ്ങളും പലപ്പോഴും ആയിട്ട് വി ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഓൾ ദി തിങ്സ് ദാറ്റ് ഹി ഡസ്. അപ്പോ അനിൽ സാറ് അങ്കിള് ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് സാറ് അടക്കമുള്ള ഒരുപാട് ആളുകള് നമ്മളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടുപോയി തള്ളി ഇങ്ങനത്തെ അങ്ങനെ ഒരാളൊരൊറ്റ സെന്റൻസ് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്ര അമ്മയെ പറയുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിനെയും ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങൾ 4 പേര് മാത്രമല്ലാത്ത വലിയ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യം. സഹോദരന്മാരാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര എല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോ ഞങ്ങള് ഈ ഒരു സബ്ജക്ട് ഇതോടുകൂടെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതിനെ എടുത്തുകൊണ്ട് ഒരു ആക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. മല്ലു ട്രെൻഡ് ടോക്സിന് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഉറപ്പായിട്ടും ഞങ്ങളൊരു ലീഗൽ നടപടി എടുക്കുന്നതായിരിക്കും. അതായത് ഇവര് പറഞ്ഞത് കേട്ടല്ലോ, ഇവർക്ക് അതുപോലെ വേദനിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അതുപോലെ കാര്യമായിട്ട് നോക്കിയതാണ് ആ അച്ഛനെ അമ്മേനെ. അപ്പൊ അതിൽ ഒരാളെ ഇവര് കൊണ്ടുപോയി അച്ഛനെ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കി എന്നൊരു സംഭവമൊക്കെ വന്ന് ഈ നമ്മുടെ വീഡിയോസിലൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ടെങ്കിലും വേണം അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ. അതല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് ഇദ്ദേഹത്തിൽ നിന്നല്ല ഈ ന്യൂസ് അറിഞ്ഞത്,
അങ്ങനെ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കണം, അതല്ലെങ്കിൽ ഈ മക്കളെ വിളിച്ചു ചോദിക്കണം. എന്നിട്ട് വേണം ഇതൊരു സോഷ്യൽ മീഡിയയിലോട്ട് എടുത്ത് ഇടാനായിട്ട്. അതല്ലാതെ ഒന്നും അല്ലാതെ ഒരു വാലും തുമ്പും, അതായത് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത്. അയ്യോ, നമ്മുടെ എല്ലാവർക്കും ഒരു മാനസിക പരിഗണന നമ്മളെപ്പോഴും കൊടുക്കണം. അതായത് ഉള്ളതാണെങ്കിൽ പറയാം, ഒരു ഇല്ലാത്ത കാര്യം ഇങ്ങനെ ഉണ്ടാക്കി പറയാൻ നേരത്ത് അതൊക്കെ ശരിക്കും മോശമാണത്. ഈ പറയുന്ന വ്യക്തിക്ക് ഈ വീഡിയോ ചെയ്യാൻ എടുത്തൊരു സമയം കൂടി വേണ്ടായിരുന്നല്ലോ. ഒന്നില്ലെങ്കിൽ ആ വ്യക്തിനെ കോണ്ടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ അമൃത സുരേഷിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒന്നും വേണ്ട, ആ വ്യക്തിനെങ്കിലും കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇത് ഒന്നുമില്ലാതെ ഒരു അടിസ്ഥാനവുമായിട്ടുള്ള ഒരു കാര്യമില്ലാതെ വെറുതെ വന്ന് വീഡിയോ ചെയ്യുക, എന്നിട്ട് ആ കുടുംബത്തിനെ അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞത് എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ ബാലയുടെയും അമൃതയുടെയും കേസിലൊക്കെ വന്നിട്ടാണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അമൃത ഒരിക്കലും ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഒന്നും പ്രതികരിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല അമൃത അതിനെക്കുറിച്ച് അതിൻ്റെ പുറകിൽ എന്താണെന്ന്. പക്ഷെ എന്നാലും എല്ലാത്തിനെയും അമൃത എന്ന വ്യക്തിനെയാണ് എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാരണം നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് ബാല എന്ന വ്യക്തി കരയുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഫാമിലിയിൽ എന്താണ് സംഭവിച്ചേക്കണേ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പക്ഷെ അത് വെച്ചിട്ട് എല്ലാവരും കൂടി ആ ഫാമിലിനെ അങ്ങോട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു കേട്ടില്ലേ, ഇവരുടെ അമ്മേനെ ആ അച്ഛൻ മരിച്ച ആ ദുഃഖത്തിൽ നിന്നൊന്ന് കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കുമാണ് ഇങ്ങനൊരു ന്യൂസും കൂടി കേൾക്കണത്. അപ്പൊ എന്തൊക്കെ വന്നാലും ആ അമ്മയ്ക്കാണെങ്കിലും, ആ അമ്മ ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, ആ അമ്മയ്ക്കാണെങ്കിലും എന്തുമാത്രം മാനസിക വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മക്കളെ എങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കാതിരിക്കണത് എങ്ങനെയാ? സോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു വിഷയമൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിന്റെ മുന്നോട്ട് എടുത്ത് വെക്കാൻ നേരത്ത് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ക്രിയേറ്റേഴ്സ് ശ്രമിക്കുക. ഇപ്പൊ തന്നെ ആ കുടുംബത്തിന് എന്തുമാത്രം വിഷമമായി, എന്തുമാത്രം സോഷ്യൽ മീഡിയ ബുള്ളിങ് അവർ വീണ്ടും അനുഭവിക്കേണ്ടി വന്നത്. എന്തിനാണ് നമ്മൾ അതിനൊരു കാരണക്കാരാവുന്നത്? പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിക്കാരിയുടെയും ഒരു വീഡിയോ കണ്ടു. അതായത് ഈ ചാനൽ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരിയുടെ വീഡിയോ കൊണ്ട് അപ്പോഴും ആ പുള്ളിക്കാരി പറയുന്ന ആ പുള്ളിക്കാരൻ തന്നെ ന്യായീകരിച്ച് മെഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ആ പുള്ളിക്കാരി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ വിചാരം നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്നായിരിക്കും. പക്ഷെ അത് ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിലോട്ട് എത്തുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഈ മക്കൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി എന്നൊരു സംഭവമാണ് നിങ്ങൾ തരുന്ന ഔട്ട്പുട്ട്. അതിനകത്ത് നിങ്ങൾ അമൃത സുരേഷിനെയും ഈ പറയുന്ന അഭിരാമിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും നിങ്ങളുടെ ഔട്ട്പുട്ട് വരുന്നത് അങ്ങനെ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതിനകത്ത് നമുക്കിപ്പോൾ വേറൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വേണം ഒരു സബ്ജക്റ്റ് എടുത്ത്, അതായത് ഇതുപോലത്തെ ഒരു ടോപ്പിക്കൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാനായിട്ട്. കാരണം അത് മാനസികപരമായിട്ട് ഒരുപാട് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്.